നൽകിയത്. തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ 2 വയസ്സുകാരിയുടെ മൊഴി പോലീസ് ഇന്ന് വിശദമായി പരിശോധിക്കും. ഇന്നലെ ശിശുക്ഷേമ സമിതി രേഖപ്പെടുത്തിയ മൊഴിയാണ് പോലീസ് പരിശോധിക്കുക. മൊഴിയിൽ നിന്ന് ദുരൂഹതകൾ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിൻ്റെയും വിവരങ്ങൾ കമലേഷ് തെക്കേക്കാടാണ് നൽകുന്നത്. കമലേഷ്, എന്തൊക്കെയാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ ദുരൂഹതകൾ നീക്കാനുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ? അജിംഷാദ്, കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കേസ് തന്നെയാണ് നിലവിലെ ഈ കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഈ കുട്ടിയെ കാണാതായതാണോ, അതോ മറ്റാരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, കുട്ടി തനിയെ നടന്നുപോയതാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഇനിയും ഒരു ദൂരീകരണം ഉണ്ടായിട്ടില്ല. ഈ സംശയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കൃത്യമായ തെളിവുകളും പോലീസിന്റെ പക്കലില്ല. സ്വാഭാവികമായും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ മൊഴി കഴിഞ്ഞ ദിവസം ശിശുക്ഷേമ സമിതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായ കൗൺസിലിംഗിന് ശേഷമാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊഴി വിശദമായി പരിശോധിക്കാനാണ് നിലവിൽ പോലീസ് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഈ മൊഴിയിൽ കുട്ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേർച്ചയില്ലാത്ത, അതിൽ ചേരാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ദൂരീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ മൊഴി കൃത്യമായി പരിശോധിച്ചാൽ അഥവാ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ഈ കുറ്റവാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത്. അതോടൊപ്പം 30ഓളം CCTV, അതായത് ഈ കുട്ടിയെ കാണാതായ ഈ പരിസര പ്രദേശങ്ങളിലെ 30ഓളം CCTV ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വരിക കൂടി ചെയ്താലാണ് കൂടുതൽ സമഗ്രമായി ഈ വിഷയത്തിൽ പോലീസിന് ഒരു തുമ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുക. ഈ 2 കാര്യങ്ങളും, കുട്ടിയുടെ മൊഴിയും ഈ CCTV ദൃശ്യങ്ങളും പരിശോധിക്കാനാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതുവഴി ഏതെങ്കിലും തരത്തിലൊരു പ്രതിയിലേക്കുള്ള ഒരു ലീഡ് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഏതായാലും ഈ ബ്രഹ്മോസിന്റെ പുറകിലുള്ള ഒരു പൊന്തക്കാട്ടിൽ വെച്ചാണ് ഈ കുട്ടിയെ കാണാതായതിനു ശേഷം വലിയ ബഹളമുണ്ടായി, വലിയ വാർത്തകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പിന്നാലെ കുട്ടിയെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പൊന്തക്കാട്ടിൽ വെച്ച് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവിട്ടതാണോ, അതോ കുട്ടി തനിയെ നടന്നു പോയതാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ തന്നെയാണ് നിലവിൽ പോലീസിന്റെ മുന്നിലുള്ളത്. ഇവ ദൂരീകരിക്കാൻ അല്ലെങ്കിൽ ഈ സംശയം നിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയും അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴിയുടെ പരിശോധനയും പോലീസിന് ഏതെങ്കിലും തരത്തിൽ സഹായകമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. അജിംഷാദ്. ശരി കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.